ഇതുപോലെ കുറച്ചുകൂടി പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ഗ്രൂപ്പിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു ബിസിനസിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടറുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പോസിബിലിറ്റീസും യഥാർത്ഥ അയാളുടെ മനസ്സിലുള്ള കഴിവുകളും അയാളുടെ പൊട്ടൻഷ്യലും തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ അത്തരം പൊട്ടൻഷ്യൽ ആയ ആളുകളെ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ബിസിനസ്സുമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കഴിവുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കമ്പനി മാത്രമല്ല നിരവധിയായ കമ്പനികളിൽ നമ്മുടെ ഓണർഷിപ്പും നമ്മുടെ ഷെയറുകളും നേടാൻ സാധിക്കുന്ന ഒരു പോസിബിലിറ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യോമാട്ടി ക്ലബ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള നമുക്കെങ്ങനെ മറ്റ് നിരവധിയായ കമ്പനികളിൽ ഷെയറുകൾ വാങ്ങിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് ഈ ഒരു യോമാട്ടി ക്ലബിൽ നിലനിൽക്കുന്നതിലൂടെ സാധിക്കുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഐഡിയ വന്നത് നിരവധിയായ മില്യണേഴ്സിൻ്റെ അതുപോലെ ബില്യണേഴ്സിൻ്റെ പോഡ്കാസ്റ്റുകൾ കണ്ട് അവരുടെ മനസ്സിലുള്ള അവരുടെ തോട്ട് പ്രോസസ്സിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് ഈ ഐഡിയ ഉണ്ടായതെന്ന്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു യോമാട്ടി ക്ലബ്ബ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഈ ബിസിനസ് ആശയം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും അതേപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മില്ലനെയർ മൈൻഡ് സെറ്റിൽ നിന്നാണ്, അങ്ങനെയുള്ള ആളുകളുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പൈസ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അങ്ങനെയുള്ളപ്പോൾ അവർ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം ഏറ്റവും നല്ല പോസിബിലിറ്റി ഉള്ള നല്ല ചെറിയ ചെറിയ കമ്പനികളിൽ അവരുടെ പൈസ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പൈസ കൂടുതൽ വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പരിപാടി നമുക്കും ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നോ, നമ്മൾ ഈ ഗ്രൂപ്പിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം അറിയാം നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്ന്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ കഴിവ് എന്താണ്. ഇപ്പം ഈസി ആയിട്ട് പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഇത് തുടങ്ങി വെച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. എൻ്റെ ഒരു മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവ് എന്താണ്, അല്ലെങ്കിൽ ഇവൻ എന്തുമാത്രം കഴിവുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇത്രമാത്രം കഴിവുണ്ട്, അവൻ്റെ പോസിബിലിറ്റി എന്താണ്, അവൻ്റെ ബിസിനസ്സിനുള്ള സ്കോപ്പ് ഉണ്ടോ, എന്തുമാത്രം അവനെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ധാരണ വരും. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിലനിൽക്കുമ്പോൾ നമുക്കുള്ള 2-3 ഇത്തരത്തിലുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സിനെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കറിയാം അവൻ എന്താണ് ആ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, അവൻ്റെ ഫ്യൂച്ചർ എന്താണ്, അവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്. അവൻ പബ്ലിക്കലി പറയുന്ന കാര്യം എല്ലാം അതുപോലെ പറയണമെന്നില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ പേഴ്സണലി ഇതുപോലെ ചാറ്റ് ചെയ്യാനും അതുപോലെ പരസ്പരം അറിയാനും സാധിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെല്ലാം കട്ടയ്ക്ക് സഹായിക്കാമെന്ന്, ഞാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെല്ലാം ഫ്രീ ആയിട്ട് സഹായിക്കാമെന്ന്. സത്യമാണ്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സഹായിക്കാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു നല്ല പോസിബിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ പോവുകയാണ്, ഇതുപോലെ ഒന്നെങ്കിൽ എൻ്റെ ബിസിനസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ബിസിനസ് തുടങ്ങുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആശയം നമ്മുടെ ഗ്രൂപ്പിൽ അത് പങ്കുവെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇവൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഇവൻ്റെ സ്കോപ്പ് എന്താണെന്ന്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിലുള്ള ആരെങ്കിലും ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്, അയാൾ തീരുമാനിക്കുകയാണ് അയാൾ തന്നെ മുന്നിൽ ഇറങ്ങി നിന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഫൗണ്ടർ ബിസിനസ്സായിട്ട് തുടങ്ങി വെച്ച് ഇപ്പം തന്നെ മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടും എടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കട്ടയ്ക്ക് സഹായിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. എന്നാൽ ഞാനൊരു മറ്റൊരു ഓഫർ തരികയാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറയാം. നിങ്ങളോട് ഇങ്ങനെ ഒരു ബിസിനസ് ആശയം പറയുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു 1% അല്ലെങ്കിൽ 5% ഈ കമ്പനിയുടെ ഷെയർ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് സഹായിക്കുമെന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അപ്പോൾ എൻ്റെ സ്ഥിതി മാറി. എന്താണ്? ഞാൻ ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും. ഞാൻ ഫ്രീ ആയിട്ട് നമ്മളൊരാളെ സഹായിക്കുന്ന പോലെ അല്ല എൻ്റെയും കൂടി ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആത്മാർത്ഥത കൂടും. കാരണം അത് എൻ്റെയും കൂടെ കമ്പനിയാണ്, എൻ്റെയും കൂടെയാണ്. അത് നമ്മൾ ഫ്രീ ആയിട്ട് ചുമ്മാ സഹായിക്കുക മാത്രമല്ല, അത് വളരേണ്ടത് എൻ്റെയും കൂടെ വ്യക്തിപരമായി കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ അതിനോടുള്ള ആത്മാർത്ഥത കൂടും, ആറ്റിറ്റ്യൂഡ് മാറും. അപ്പോൾ നിങ്ങളിലൊക്കെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? ആ ഷെയർ തരുന്ന ആൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്?
അയാൾക്ക് ഓൾറെഡി വെൽ പ്ലേയിങ് ആയിട്ടുള്ള ഒരാളും കൂടെ കൂട്ടത്തിൽ വരികയാണ്. അപ്പോൾ അയാളുടെ ബിസിനസ്സിനുള്ള വിജയിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഒരു ചെറിയ ശതമാനം ഷെയർ ഒന്നെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാവുന്ന, നിങ്ങൾക്ക് ഓൾറെഡി ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന, മറ്റ് ബിസിനസ് ചെയ്യുന്ന ആരെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഗ്രൂപ്പിൽ ആർക്കും നിങ്ങൾക്ക് ഷെയർ കൊടുക്കാം. മനസ്സിലായില്ലേ? അത് എനിക്ക് മാത്രമല്ല, ആർക്കും ഷെയർ കൊടുക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ഓഫർ ചെയ്യാം. നിങ്ങൾക്ക് ഓഫർ ചെയ്യുമ്പോൾ അവർ വാങ്ങിക്കണമെന്നില്ല, അവരും നിങ്ങളുടെ ബിസിനസ് നോക്കും, നിങ്ങൾക്കതിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ നമ്മുടെ ഷെയറുകൾ കൊടുത്ത് നമ്മളുടെ കൂടത്തിൽ, നമ്മുടെ ടീമിൽ തന്നെ അംഗമാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒറ്റയ്ക്കല്ല നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ കൂടത്തിൽ ചിലപ്പോൾ ഓൾറെഡി ഒരാളും കൂടെ ഒന്നെങ്കിൽ ഒരു ഷെയർ ഹോൾഡറായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അയാളും കൂടെ ആത്മാർത്ഥമായിട്ട് അയാളുടെ പേജുകളിലൂടെ, അയാളുടെ പബ്ലിക് പേജുകളിലൂടെയും നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്താൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണ് സാധ്യതയുള്ളത്? ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ പരസ്പരം കൂടുതൽ അറിയും. നമുക്കത് കൂടുതൽ അറിയണമെങ്കിൽ, പേഴ്സണലി അറിയണമെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് ട്രസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷെയറുകൾ കൊടുക്കാം, മറ്റേ ആൾക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പം വ്യക്തിപരമായിട്ട് നമുക്ക് അറിയണം, കൂടുതൽ അറിയണം. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതുപോലെ കുറച്ചുകൂടി പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ഗ്രൂപ്പിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു ബിസിനസ്സിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടറുടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പോസിബിലിറ്റീസും യഥാർത്ഥ അയാളുടെ മനസ്സിലുള്ള കഴിവുകളും അയാളുടെ പൊട്ടൻഷ്യലും തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ അത്തരം പൊട്ടൻഷ്യൽ ആയുള്ള ആളുകളെ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ബിസിനസ്സുമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കഴിവുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അറിയാൻ സാധിക്കില്ല, അവരുടെ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു ക്ലബിൽ നിലനിൽക്കുന്നതിലൂടെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറുകൾ നമ്മുടെ കമ്പനിയിലേക്കും അതുപോലെ മറ്റുള്ള ഒരാളുടെ കമ്പനിയിലേക്കും ഷെയറുകൾ നേടിയെടുക്കാനും കൊടുക്കാനും സാധിക്കുന്ന ഒരു സാധ്യത കൂടി ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നതിലൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മെയിൻ സാധ്യതയായി, നമ്മൾക്ക് കട്ടയ്ക്ക് നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഒരാളായി, അല്ലെ ഒരു കൂട്ടം ആളായി, അതേപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള കഴിവുള്ള ആളുകളിൽ നിന്നും ഷെയർ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഷെയറുകൾ കൊടുക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി? നമുക്ക് നമ്മുടെ കമ്പനി മാത്രമല്ല, നമുക്ക് നിരവധിയായ കമ്പനികളിൽ നമുക്ക് ഷെയർ ഹോൾഡർ ആവാൻ സാധിക്കും. നമ്മളെല്ലാവരുടെയും ഷെയർ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അനലൈസ് ചെയ്ത് അവരുടെ സ്കോപ്പും അവരുടെ കഴിവും അവരുടെ ബിസിനസിന്റെ സാധ്യതകളും മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് അതേ സമയം തന്നെ മറ്റ് നിരവധിയായ കമ്പനികളിൽ ഷെയർ നേടാനും അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഭാഗമാകാനും സാധിക്കും. മനസ്സിലായോ? അപ്പൊ അവരുടെ ഓഡിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് അവിടെ പോവുകയും അവരുടെ ഓഡിയൻസ് ഇവിടെ വരികയും കൂടുതൽ നല്ല ആത്മാർത്ഥമായിട്ട് കൊളാബ് ചെയ്യാനും നമുക്ക് കണ്ടന്റുകൾ ചെയ്യാനും നമ്മുടെ ബിസിനസ് വളരാനും അവരുടെ ബിസിനസ് വളരാനും അത് സഹായിക്കും. ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതോടുകൂടി ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ബിസിനസ്സിൽ നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ പോസിബിൾ ആയിട്ടുള്ള കമ്പനികളിൽ നമുക്ക് ഷെയർ നേടാൻ സാധിക്കും. അങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കമ്പനി മാത്രമല്ല നിരവധിയായ കമ്പനികളിൽ നമ്മുടെ ഓണർഷിപ്പും നമ്മുടെ ഷെയറുകളും നേടാൻ സാധിക്കുന്ന ഒരു പോസിബിലിറ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യോമാട്ടി ക്ലബ്. ഇപ്പൊ എന്ത് തോന്നുന്നു?